പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് വേളിമലയിൽ. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ആശയും ആവേശവും നൽകുന്ന പവിത്രമായ പുണ്യഭൂമിയാണ് കോലത്തുകര. സ്വാമി തൃപ്പാദങ്ങൾ ഇവിടെ പാർക്കുന്ന വേളയിലെല്ലാം ചില സമയങ്ങളിൽ അടുത്തുള്ള വേളിമലയിൽ പോകാറുണ്ട്. സന്ധ്യാസമയത്താണ് തൃപ്പാദങ്ങൾ പോകുന്നത്. രാത്രിയിൽ മലമുകളിൽ തങ്ങിയിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരികയാണ് പതിവ്. എന്നാൽ എവിടേക്കാണ് പോകുന്നതെന്ന് ആരോടും പറയാറുമില്ല. അങ്ങനെ ഒരു ദിവസം കോലത്തുകരയിലുള്ള ഭക്തന്മാരും അനുയായികളും കൂടി തീരുമാനിച്ചു, തൃപ്പാദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് അന്വേഷിക്കണം. ഒരു ദിവസം സ്വാമികൾ യാത്ര തിരിച്ചപ്പോൾ അവരും മെല്ലെ പുറകെ നടന്നു. തൃപ്പാദങ്ങൾ നടന്ന് വേളിമലയുടെ താഴ്വാരത്തെത്തി. പാർവതി പുത്തനാറിന് സമീപമുള്ള മനോഹരമായ ഒരു മലയാണ് വേളിമല. അടിവാരത്തെത്തിയ തൃപ്പാദങ്ങൾ മെല്ലെ നടന്ന് മലമുകളിലേക്ക് കയറിപ്പോയി. ഇരുട്ട് വ്യാപിച്ചിരുന്നതിനാൽ മുന്നോട്ടു പോകാൻ അവർക്ക് ധൈര്യം വന്നില്ല. ആ പ്രദേശം മുഴുവൻ വൻ വൃക്ഷലതാദികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞതും പാമ്പും പുലിയും തുടങ്ങിയ ഹിംസജീവികൾ നിറഞ്ഞതുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ അവർ തൃപ്പാദങ്ങൾ രാത്രി മുഴുവൻ എവിടെയാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പല ദിവസത്തെ അവരുടെ ശ്രമഫലമായി തൃപ്പാദങ്ങളെ പിന്തുടർന്ന് അവർ ആ സ്ഥലം കണ്ടുപിടിച്ചു. തൃപ്പാദങ്ങൾ മലമുകളിലുള്ള ഒരു ഗുഹയുടെ അരികിൽ എത്തി നിൽക്കുന്നത് അവർ കണ്ടു. ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നതിനാൽ എല്ലാവർക്കും ഭയവും ഉണ്ടായിരുന്നു. തൃപ്പാദങ്ങൾക്ക് അറിയാമായിരുന്നു നമ്മെ പിന്തുടർന്ന് ഭക്തന്മാർ അനുഗമിക്കുന്നുണ്ട് എന്നുള്ളത്. അല്പനേരം കഴിഞ്ഞപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ തിരിഞ്ഞു നോക്കി. നോട്ടം കണ്ട് അവർ ഭയന്നുപോയി. കാരണം അനുവാദം ഇല്ലാതെയാണല്ലോ അവർ സ്വാമികളെ പിന്തുടർന്ന് എത്തിയത്. ഭയന്നു വിറച്ചു നിൽക്കുന്ന അവരോടായി തൃപ്പാദങ്ങൾ ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു നമ്മെ പിന്തുടർന്ന് ഇവിടെ വരാൻ? അല്പനേരം അവർക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവർ പറഞ്ഞു, സ്വാമി, ഞങ്ങൾക്കറിയാൻ സാധിച്ചു തൃപ്പാദങ്ങൾ ഈ വനത്തിനുള്ളിലേക്കാണ് വരുന്നതെന്ന്. ഇവിടെ ധാരാളം വന്യജീവികൾ ഉള്ളതാണ്. വെളിച്ചവും ഇല്ല. ആയതിനാൽ സ്വാമിക്ക് തങ്ങുവാൻ സുരക്ഷിതമായ ഒരിടം ഉണ്ടാകുമോ? അവർ പരിഭ്രമത്തോടുകൂടി പറഞ്ഞു തീർത്തു. ഇവിടെ വെട്ടവും വെളിച്ചവും ഇല്ലെന്നാര് പറഞ്ഞു എന്ന് തൃപ്പാദങ്ങൾ അവരോട് ചോദിച്ചു. ഗുഹയുടെ മറുവശത്തേക്ക് നടന്നു. അവരെല്ലാം അവിടെ എത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഗുഹയ്ക്കുള്ളിലേക്ക് ഒരാളിന് മാത്രം കയറിപ്പോകാനുള്ള ഒരു കവാടം. ആ കവാടത്തിൽ കൂടി ഗുഹയ്ക്കുള്ളിലേക്ക് നോക്കുമ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി. ഗുഹയ്ക്കുള്ളിൽ ഒരു ദിവ്യജ്യോതി ജ്വലിച്ചു നിൽക്കുന്നത് പോലെയുള്ള ഒരു ശോഭ. തൃപ്പാദങ്ങൾ വന്നവരോട് പറഞ്ഞു, ഗുഹയ്ക്കുള്ളിൽ മാത്രമല്ല പ്രകാശം, ഇവിടെ മൊത്തം പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണുവാൻ കണ്ണില്ല. കാലാന്തരത്തിൽ പകലും രാത്രിയും ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരിടമായി മാറും ഇവിടം. തൃപ്പാദങ്ങൾ എന്തൊക്കെ അരുൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ദൃഷ്ടാന്തമായിട്ടുണ്ട്. ഇന്നിതാ ഈ മലമുകളിലാണ് ഭാരതത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന ISROയുടെ തലസ്ഥാനം കൈലാസ ശൃംഗ സമാനമായി പ്രകാശിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ വ്യത്യസ്തനാക്കുന്നത് താൻ അനുഭവിച്ചറിഞ്ഞ സത്യത്തെ അക്ഷരങ്ങളിലൂടെ മാത്രമല്ല ജീവിതത്തിലൂടെയും നമുക്ക് കാട്ടിത്തന്നു എന്നുള്ളതാണ്. ശിവഗിരി തീർത്ഥാടന ലക്ഷ്യത്തിൽ അരുൾ ചെയ്തിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമായി വേളിമല ആയിത്തീരുമെന്ന് തൃപ്പാദങ്ങൾക്ക് അറിയാമായിരുന്നു. ഇന്ന് ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ ISROയുടെ പങ്ക് പ്രത്യേകം വ്യക്തമാക്കേണ്ടതില്ലല്ലോ. തൃപ്പാദങ്ങളുടെ പാദസ്പർശമേറ്റ ആ പുണ്യഭൂമി അറിവിന്റെ പാതയിൽ ഇന്നും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. എന്തും അറിയാനുള്ള ആകാംക്ഷ മനുഷ്യനിലുണ്ട്.
പക്ഷേ അതറിയാൻ തിരഞ്ഞെടുക്കുന്ന പാതയെക്കുറിച്ച് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടാകണം. ചില അറിവുകൾ അറിയാൻ നമ്മുടെ ഈ ബാഹ്യമായ മാംസളമായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ സാധിക്കുകയില്ല. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം